മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ പൗലോസ് ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അതിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ച് അതിൽ ഇസ്രായേലിയർക്കുള്ള ചില പദവികളെക്കുറിച്ച് ചുരുക്കമായി പറഞ്ഞിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്തവർ വീണ്ടും അത് പോയി കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമേ എന്ന് വീണ്ടും ദൈവനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇസ്രായേലിയർ ജൂ ഈസ് എ ജൂ എന്നാണ് പറയുന്നത്. അവർ ദൈവത്തിൻ്റെ സെലക്റ്റഡായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. അതുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രിവിലേജസ് ഉണ്ട്. ഇതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഇസ്രായേലിയർ എന്ന് പറഞ്ഞു. രണ്ടാമത് പുത്രത്വം അവർക്കുള്ളതെന്ന് പറഞ്ഞു. പുത്രത്വം അവർക്കുള്ളത് അതിനെക്കുറിച്ച് പറഞ്ഞു. അവരെ ബയോളജിക്കൽ സൺസായിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലാതെ ഉള്ള സണ്ണല്ല. അത് പുതിയ നിയമത്തിൽ പറയുന്ന അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ തന്നു തിരഞ്ഞെടുത്ത നമ്മളെപ്പോലുള്ളവരല്ല, ബയോളജിക്കൽ സൺസായിട്ട് ദൈവം തന്നെ ദൈവത്തിൻ്റെ മക്കളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണുന്നു. അത് കഴിഞ്ഞിട്ട് തേജസ് അവർക്കുള്ള തേജസ്സിനെ കുറിച്ച് പറഞ്ഞു. ദൃശ്യമായ തേജസ് ദൈവം ഷക്കേനയിൽ കൂടി അവരെ നടത്തിയ കാര്യം നമ്മൾ സംസാരിച്ചു. മരുഭൂമിയിൽ കൂടിയെല്ലാം അവരെ നടത്തി. നിയമങ്ങൾ അവർക്കുള്ളത് എന്ന് പറഞ്ഞു. നിയമങ്ങൾ എന്ന് പറയുമ്പോൾ നോഹ തൊട്ട് നോഹയുടെ നിയമം, അബ്രഹാമിനോട് ദൈവം ചെയ്ത നിയമം, ഗോത്രപിതാക്കന്മാരോട് ദൈവം ചെയ്ത നിയമം, മോശയുടെ കാലത്തുള്ള നിയമം, യോശുവയുടെ കാലത്തുള്ള നിയമം, ദാവീദിൻ്റെ നിയമം, ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം അവർക്കുള്ളത്. അതുപോലെ ന്യായപ്രമാണം മോശയിൽ കൂടി കൊടുത്തത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കാണുന്ന അതിനുശേഷമുള്ളത് തിരുവെഴുത്തുകളെല്ലാം അവർക്കുള്ളതാണ്. അതുകൊണ്ട് ന്യായപ്രമാണം അവർക്കുള്ളത്. ആരാധന, ദൈവത്തിൻ്റെ പ്രസൻസ് ഉള്ള ടെമ്പിള് അവർക്കുണ്ട്. നമുക്കറിയാം യെരുശലേമിൽ ആ ടെമ്പിളില്ല. ടെമ്പിള് പണിയാൻ വേണ്ടിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ടെമ്പിൾ കമ്മിറ്റിയൊക്കെ ഫോം ചെയ്ത് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ടെമ്പിൾ വർഷിപ്പ് അവർക്കുള്ളതായിരുന്നു എന്നുള്ളത് മനസ്സിലാവും. പിന്നെ അടുത്ത് നമ്മൾ സംസാരിച്ചാണ് വാഗ്ദത്തങ്ങൾ അവർക്കുള്ള. എന്തൊക്കെയാണ് വാഗ്ദത്തങ്ങളുള്ളത്? മെസ്സിയായെക്കുറിച്ചുള്ള വാഗ്ദത്തം. മെസ്സിയ അവർക്കുള്ളതാണ്. മെസ്സിയ യേശുക്രിസ്തു വന്ന് അവരെ വീണ്ടെടുക്കാനായിട്ടാണ് പ്രധാനമായിട്ട് വന്നത്. പരിശുദ്ധാത്മാവ്, യേശുക്രിസ്തു ശിഷ്യന്മാരോട് സംസാരിച്ചാൽ ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അരികിലയക്കും പരിശുദ്ധാത്മാവ്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അവരെ ഏൽപ്പിച്ചു. ദൈവരാജ്യം പ്രസംഗിക്കുവാനായിട്ട് അവരെ ഏൽപ്പിച്ചു. അതെല്ലാം തന്നെ വാഗ്ദത്തങ്ങളാണ്. ഈ വാഗ്ദത്തം എല്ലാം അവർക്കുള്ളത്. വീണ്ടും പിതാക്കന്മാർ അവർക്കുള്ളത്. ഇതിനകത്ത് പറയുന്ന വാക്യങ്ങളാണ്. പിതാക്കന്മാർ അവർക്കുള്ളത്. ഗോത്രപിതാക്കന്മാരായിട്ടുള്ളവർ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് മുതലായിട്ടുള്ള പിതാക്കന്മാരെല്ലാം അവർക്കുള്ളത്. അതിനുശേഷം അവസാനമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ജഡപ്രകാരവും ക്രിസ്തു അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവിടെ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ ക്രിസ്തു മത്തായി 1:1 പറയുന്ന വാക്യമാണ്. അത് ജഡപ്രകാരമുള്ള അതിൻ്റെ ലീനിയേജ് അബ്രഹാമിൻ്റെ തലമുറയിൽ കൂടി അവർക്ക് വന്നായിട്ട് കാണും. എല്ലാ രീതിയിലും ഈ പദവികളെല്ലാം അല്ലെങ്കിൽ ഈ നന്മകൾ, അനുഗ്രഹങ്ങളെല്ലാം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണും. അതുകൊണ്ട് അവർ ചില്ലറ ആൾക്കാരല്ല, ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. നമുക്കറിയാം ഇപ്പോഴേ ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധങ്ങളും അതിനോട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഗാസ കഴിഞ്ഞു, ഇറാനുമായിട്ടുള്ള കാര്യങ്ങൾ, ലെബനോനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാം. എല്ലാ ദിവസവും പത്രം എടുത്ത് നോക്കിയാൽ ഇസ്രായേലിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാർത്ത ഇല്ലാത്ത പത്രമില്ല. കാരണം അവർ ഇപ്പോഴും ലോകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു എലിമെൻറ്റ് ഇസ്രായേലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് മനുഷ്യപുത്രന്മാരിൽ അതിശ്രേഷ്ഠനായ ക്രിസ്തുവിൻ്റെ ഇസ്രായേലിലെ ഉത്ഭവം ഈ അപ്പോസ്തലൻ്റെ ദൃഷ്ടിയിലുണ്ട്. അതും പറയുകയാണ്. ഇസ്രായേലിലെ വേറെ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. കൃഷിശാസ്ത്രം ഡെവലപ്പ് ചെയ്ത് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 25% ശാസ്ത്രജ്ഞന്മാർ അവിടെ നിന്നാണുള്ളത്. നമുക്ക് അറിയാവുന്നതുപോലെയുള്ള എല്ലാ കൂടുതലുള്ള ടെക്നോളജീസും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അവിടെയാണ്. അബ്രഹാമിനോട് പറഞ്ഞാണ് നിന്നാൽ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞെങ്കിൽ ജഡപ്രകാരം യഹൂദനിൽ നിന്ന് ഉള്ള അവരുടെ സന്തതി പരമ്പരയിൽ നിന്ന് ഉള്ള അനുഗ്രഹങ്ങളൊക്കെയും ലോകത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. അവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് വെച്ചത്. ഇനി തുടർന്ന് പെട്ടെന്ന് നമ്മൾ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു പോകാം. 6-ാം വാക്യം തൊട്ട്
ഞാൻ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. റോമർ 9:6 തൊട്ടുള്ള വാക്യം. ആമീൻ. ദൈവവചനം വൃഥാ ആയിപ്പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേലർ എന്നും അബ്രഹാമിൻ്റെ സന്തതി ആകയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല, ഇസാക്കിൽ നിന്ന് ജനിച്ചവൻ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് എണ്ണുന്നു. ഇവിടെ വേറൊരു മെസ്സേജ് ഇവിടെ കൊടുക്കുകയാണ്. യഹൂദൻ്റെ മനസ്സിൽ അബ്രഹാമിൻ്റെ മക്കളാണ് അവർ എന്ന് പറയുന്നുണ്ട് ബൈബിളിലെ. അതുകൊണ്ട് അവർക്ക് എല്ലാ പ്രിവിലേജസും ഉണ്ട്, അബ്രഹാമിൻ്റെ മക്കളാണ് എന്ന് പറയുന്ന കാര്യം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിൽ യേശുക്രിസ്തുവും യഹൂദന്മാരും തമ്മിലൊരു ഇൻട്രാക്ഷൻ അവിടെ കാണുന്നു. അവർ അവനോട് അബ്രഹാം ആവുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞതിന് യേശു അവരോട്, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെങ്കിൽ അബ്രഹാമിൻ്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. ഇവിടെ അബ്രഹാമിൻ്റെ മക്കളെന്ന് പറഞ്ഞ് അവരുടെ മനസ്സിൽ അവരങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്, അവർ സ്വർഗത്തിൽ പോകും. എന്ത് പ്രശ്നം വന്നാലും അബ്രഹാം സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നിൽപ്പുണ്ട്, അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കും, അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്തയിൽ യഹൂദന്മാർ ചിന്തിച്ചതായിട്ട് കാണുന്നു. അബ്രഹാമിൻ്റെ മക്കൾ എന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ചിരുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, അബ്രഹാമിൻ്റെ മക്കൾ ജഡത്തിലുള്ള മക്കളല്ല യഥാർത്ഥത്തിലുള്ള മക്കൾ എന്ന് പറയാം. അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല, ഇസാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. അതിൻ്റെ അർത്ഥമോ 8-ാം വാക്യത്തിൽ പറയും, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്നെണ്ണുന്നു. നമുക്കറിയാം ഇവിടെ സാറ ഒരു ഷോർട്ട് കട്ട് കാണിച്ച കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വാഗ്ദത്തം ഉണ്ടായിരുന്നു, വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് വെയിറ്റ് ചെയ്യുകയോ ചെയ്യുന്നതിന് സാറായിക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ സാറായിക്കൊരു ഷോർട്ട് കട്ട് വന്നു. ദാസിയെ കൊടുത്തു, അതിൽ നിന്ന് ഇസ്മായിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. അബ്രഹാമിൻ്റെ സന്തതിയായ ഇസാക്കാണ് വാഗ്ദത്ത സന്തതി. എന്നാൽ ഇസാക്കിൽ നിന്നാണ് ഈ ജനറേഷൻ, യേശുവിൻ്റെ ജനറേഷൻ വന്നത്. അതായത് ഇസാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രോമിസ്. എന്നാൽ അതിൻ്റെ ഇടയ്ക്കൊരു ഷോർട്ട് കട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഇന്നും ആരബ്സ്, ഇസ്മായിലിയരുടെ പിന്തുടർച്ച ആളുകളാണല്ലോ ആരബ്സ്, ഇന്നും അവർ തമ്മിൽ റൈവലറി, പിണക്കം അല്ലെങ്കിൽ യുദ്ധം ഇന്നും നിൽക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ജഡപ്രകാരം ജനിച്ച മക്കൾ അല്ല യഥാർത്ഥ മക്കൾ, ആത്മപ്രകാരം ജനിച്ചവരാണ് എന്ന്. പുതിയ നിയമത്തിലേക്ക് അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് വിശ്വാസികൾ എത്രേ അബ്രഹാമിൻ്റെ മക്കളെന്ന് അറിവീൻ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതായത് ആ വിശ്വാസം ആര് ക്യാരി ചെയ്യുന്നു അവരാണ് അബ്രഹാമിൻ്റെ മക്കൾ എന്ന് പറയുന്നത്. അങ്ങനെ 9-ാം വാക്യത്തിൽ അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടി അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ജഡത്തിൽ നിന്ന് ജനിച്ചവരല്ല, വാഗ്ദത്തപ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥത്തിൽ മക്കൾ എന്ന് കാണുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞാണ് 39-ാം വാക്യത്തിൽ യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു അവർ എല്ലാവരും അബ്രഹാമിൻ്റെ സന്തതിയാണ്. എന്നാൽ പിന്നീടുള്ള ആ ഇൻട്രാക്ഷനിൽ, യേശുവായിട്ടുള്ള ഇൻട്രാക്ഷൻ, യോഹന്നാൻ 8-ന്റെ 43-44 വാക്യങ്ങളിൽ യഹൂദരോട് പറയുകയാണ്, നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയല്ല, പിശാചിൻ്റെ സന്തതിയാണ്. കാരണം ഞാൻ മെസ്സിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ നിങ്ങൾ എന്നെ കൊല്ലുവാനായിട്ട് നോക്കുന്നു എന്നേ പറയുന്നു. അതുകൊണ്ട് വാഗ്ദത്തപ്രകാരം ഉള്ളവരാണ്, വിശ്വാസികളാണ് സന്തതി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ ഒരു വലിയൊരു കാഴ്ചപ്പാട് ഇതിലുണ്ട്, നമുക്കൊരു വലിയൊരു ടേക്ക് അവേ ഉണ്ട്. ജഡത്തിൽ നിന്ന് ജനിക്കുന്നവരല്ല യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ മക്കൾ. ദാറ്റ് ഈസ് ദേ ആർ ബോൺ സൂപ്പർ നാച്ചുറലി. ആത്മീയമായി ജനിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നത്. എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ, വെൻ വി ബിക്കം ബോൺ അഗെയിൻ, നമ്മൾ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോഴാണ്, നമ്മൾ ശരിക്കും വിശ്വാസത്തിൽ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നതെന്ന് കാണും. അതുകൊണ്ട് സൂപ്പർ നാച്ചുറൽ തിങ് ഇവിടെ നേരത്തെയും പറയുന്ന അബ്രഹാമിൻ്റെ വാഗ്ദത്തപ്രകാരം ഉണ്ടായ ഇസാക്കിനോടാണ് സകല ഉടമ്പടികളും പിന്നെ ദൈവം ചെയ്യുന്നത്. ആ തലമുറയോടെയാണ് ഉടമ്പടികൾ ചെയ്യുന്നത്. മറ്റുള്ള തിരഞ്ഞെടുക്കപ്പെടാത്ത ഇസ്മായിലിൻ്റെ
സന്തതിയോടല്ല ഉടമ്പടി ചെയ്യുന്നത്, ഇസാക്കിൻ്റെ സന്തതിയോടാണ് ഉടമ്പടി ചെയ്യുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് വീണ്ടും ജന്മം പ്രാപിച്ച വിശ്വസിക്കുന്ന ഒരു ജാതി അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഒരാൾ, അവരോടാണ് ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ പവർ, പരിശുദ്ധാത്മാവ് വസിക്കുകയും അവർ വാഗ്ദത്ത സന്തതിയായി തീരുകയും ചെയ്യുന്നത്. അവരോടാണ് ദൈവം ഉടമ്പടി നടത്തുന്നതെന്നുള്ള വലിയൊരു ചിന്ത ഇവിടെ നമുക്ക് വരുന്നു എന്ന് കാണുന്നു. വീണ്ടും നമ്മൾ തുടർന്ന് ചിന്തിക്കുമ്പോൾ ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായിക്കൊരു മകനുണ്ടാവും എന്നല്ലോ വാഗ്ദത്തം. അത്രയുമല്ല, റിബേക്കയും നമ്മുടെ പിതാവായ ഇസാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമായിട്ടോ ദോഷമായിട്ടോ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണ്ണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തന് ഇളവിനെ സേവിക്കും എന്ന് അവളോട് പറഞ്ഞു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ആകയാൽ നാം എന്ത് പറയേണ്ടു? ദൈവത്തിൻ്റെ പക്കൽ നീതി ഉണ്ടോ? ഒരു നാളുമില്ല. എനിക്ക് കരുണ തോന്നണം എന്നുള്ളതുകൊണ്ട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളതുകൊണ്ട് കനിവ് തോന്നുകയും ചെയ്യും എന്നവൻ മോശയോട് അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന ഭാഗമാണിത്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു വലിയൊരു മെസ്സേജാണിത്. വീണ്ടും അടുത്ത് പറയുന്നത് ഈ ഏശാവിനെ ദ്വേഷിച്ചിട്ട് യാക്കോബിനെ സ്നേഹിച്ച കാര്യം പറയുന്നു. അവിടെയും അങ്ങനെയാണ്. കാരണം എന്താണ്? മൂത്തവനായിട്ടുള്ള ഏശാവിനാണ് സകല പിതാവിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ജനറേഷനായിട്ട് കിട്ടേണ്ടത്. എന്നാൽ എന്താ സംഭവിച്ചത്? യാക്കോബിനെ ദൈവം തലമുറയായിട്ട് ഉയർത്തും എന്നുള്ള വെളിപ്പാട് റിബേക്കയ്ക്ക് കിട്ടി. അന്നേരം ഏതോ രീതിയിൽ റിബേക്കയിൽ കൂടി ആക്ട് ചെയ്ത് പിതാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെല്ലാം യാക്കോബ് വാങ്ങിച്ചെടുക്കുകയും തുടർന്ന് ആ യാക്കോബിൻ്റെ ഗ്രഹങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് വരുന്നതായിട്ടൊക്കെ നമുക്ക് ബൈബിളിൽ കാണാം. അന്നേരം ഇസാക്കും ഇസ്മായിലും ഒരുപോലെ അബ്രഹാമിൻ്റെ പുത്രന്മാരായിരുന്നെങ്കിലും ഇസാക്ക് മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ട, ഇസ്മായിലിനെ തള്ളി. അത് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ഇവിടെയും വരുമ്പോഴേ ഏശാവിൻ്റെ തലമുറയെ ദൈവം തള്ളിയിട്ട് യാക്കോബിൻ്റെ തലമുറയെ ദൈവം തിരഞ്ഞെടുത്തു. അത് ദൈവത്തിൻ്റെ ഒരു പർട്ടിക്കുലറായിട്ട് നിർണയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ നിർണയമാണ്. അതുകൊണ്ട് ഇതിനകത്ത് പറയുന്നത് നമുക്കത് ചോദ്യം ചെയ്യാനായിട്ട് പറ്റുകയില്ല. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണ്ണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ്റെ ഇഷ്ടം തന്നെ വരേണ്ടതിനാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ഹിതത്തിൽ, ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു. നമുക്ക് ചോദ്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഏശാവിൻ്റെ തുടർന്നുള്ള സന്തതിയാണ് ഏദോമ്യർ, നമുക്കറിയാം. അബ്രഹാമിൻ്റെ ഒരു പരമ്പരയാണത്. എന്നാൽ പോലും തിരഞ്ഞെടുക്കപ്പെട്ടത് യാക്കോബിനെയാണ്. ഒരിക്കലെ ഒരു സ്ത്രീ സ്പർജനോട് ചോദിച്ചു എന്നാണ് പറയുന്നത്, ദൈവം എന്തിനാണ് ഏശാവിനെ ദ്വേഷിച്ചത് എന്ന് ചോദിച്ചു. അന്നേരം സ്പർജൻ തിരിച്ച് ആ സഹോദരിയോട് ഉത്തരം പറഞ്ഞ് ഇങ്ങനെയാണ്, ഞാൻ അതിനേക്കാളും കൂടുതൽ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിന് യാക്കോബിനെ സ്നേഹിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത്. യാക്കോബ് അത്രയ്ക്കൊരു ഒരു വേറെ രീതിയിൽ പറഞ്ഞാൽ ചതി ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ വില്ലത്തരവും കയ്യിലുള്ള ഒരു വ്യക്തിയായിരുന്നു യാക്കോബ്. ഈ യാക്കോബിനെ എങ്ങനെയാണ് ദൈവത്തിനെ സ്നേഹിക്കാൻ കഴിഞ്ഞത്? ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു യാക്കോബ് എന്ന് പറയുന്നത്. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഈ സ്ഥാനത്ത് ദൈവം തൻ്റെ പരമാധികാരം ഉപയോഗിച്ചു. യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചു എന്ന് പറയുമ്പോഴേ ദൈവം തൻ്റെ പരമാധികാരം ഉപയോഗിച്ചതായിട്ട് കാണുന്നു. ഇവിടെയും നമ്മൾ കാണുന്നു, പ്രവർത്തികൾ നിമിത്തമല്ല നീതീകരിക്കപ്പെടുന്നത്. നമ്മുടെ ചിലപ്പോൾ ഒരാളിനെ തിരഞ്ഞെടുക്കുകയും വേറൊരാളിനെ നിരാകരിക്കുകയും ദൈവം ചെയ്യുന്നത് അവിടെ പ്രവൃത്തി കൊണ്ട് മാത്രമല്ല. പ്രവൃത്തിയും അതിനകത്തൊരു കാരണമായിരിക്കാം. ഇവിടെ ക്രിസ്തീയ ഉപദേശത്തിലേക്ക് വരുമ്പോഴേ ഇപ്പോഴേ പ്രധാനമായിട്ട് പ്രവൃത്തിയല്ല, വിശ്വാസമാണ് പ്രധാനം. അതുകൊണ്ട് വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം വരുന്നത്. ഇവിടെ അതുകൊണ്ട് പ്രവൃത്തികളല്ല, വിശ്വാസത്തിലാണ് ദൈവം ഓരോരുത്തരെയും നീതീകരിക്കുന്നതെന്ന് കാണുന്നു. ഇവിടെയും അതുപോലെ തന്നെ ഒരേ ജാതിയിൽ ഒരേ കുടുംബത്തിൽ വ്യക്തികൾക്കിടയിൽ തന്നെ ദൈവം വ്യത്യസ്തത കൽപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരെ അനുഗ്രഹിക്കുന്നു. ദൈവം ജാതികളെ സംബന്ധിച്ച് ഇത് ചെയ്യുമെങ്കിൽ, ജാതികളെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ്, ഇവിടെ ഒരു ആളിനെ സംബന്ധിച്ച് ഇത് ചെയ്യുമെങ്കിൽ വ്യക്തികളെ സംബന്ധിച്ചും അത് ചെയ്യും. ജാതികളെ ദൈവം തിരഞ്ഞെടുക്കുന്നു, കൂട്ടങ്ങളെ തിരഞ്ഞെടുക്കുന്നു, വ്യക്തികളെയും അതുപോലെ ചെയ്യും. ലൗകിക കാര്യങ്ങളിൽ ദൈവം ഇതുപോലെ ഇഷ്ടമുള്ളവരെ അനുഗ്രഹിക്കുകയും ഇഷ്ടമുള്ളവരെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ആത്മീയ കാര്യങ്ങളിലും ദൈവം അത് ചെയ്യും. ദൈവത്തിൻ്റെ പ്രസാദം അതാണ് ഏറ്റവും പ്രധാനം. ദൈവം
പിതാവിൻ്റെ പ്രസാദം അനുസരിച്ച് ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയതേ എന്ന് മത്തായി 11:26 പറയുന്നു. ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ തീരുമാനത്തിനെ നമുക്ക് ചോദ്യം ചെയ്യാനായിട്ട് സാധ്യമല്ല എന്നുള്ളതെ കാണുന്നു. ഇന്ന് സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് നമ്മൾ ഇത് വീണ്ടും നാളെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പറഞ്ഞത് ശരിക്കും ജഡപ്രകാരം ഉള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ദൈവം ചെയ്തത്. ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാവരും തന്നെ ഇസ്രായേലിയർ എന്ന് പറയുന്നുണ്ടെങ്കിലും അവരെ സന്തതിയല്ല, വാഗ്ദത്ത സന്തതിയാണ്. ദൈവം വാഗ്ദത്തങ്ങൾ കൊടുക്കാനായിട്ട് പ്രിപ്പയർ ആയിരിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, യേശുക്രിസ്തുവിൽ കൂടി തിരഞ്ഞെടുത്ത് നമ്മളെ സ്പിരിച്വൽ ആയിട്ടുള്ള സൺസാക്കി അല്ലെങ്കിൽ ആത്മീയ സന്തതിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് നമ്മളിന്ന് ഇവിടെ പറഞ്ഞത്. നമ്മൾ ചുരുക്കമായിട്ടുള്ള സമയമായിരുന്നല്ലോ, അതിൽ നമ്മളെ ഇത്രയും നമുക്ക് ചിന്തിക്കാനായിട്ട് സാധ്യമായുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ ആരാണ് എന്നുള്ളൊരു ചിന്ത ഇവിടെ വരികയാണ്. ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതാണ് വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത്. ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ യേശുവിനെ തിരഞ്ഞെടുക്കുന്നവരെ, ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവരെ, അവരാണ് സൂപ്പർ നാച്ചുറൽ സന്തതിയായി തീരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ പഴയ നിയമത്തിലെ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചതുപോലെ തന്നെ ദൈവം ഒരു സമയത്ത് ഇസ്രായേലിനെ ദ്വേഷിച്ച് മാറ്റി ജാതികളായ നമുക്ക് വേണ്ടി പുതിയൊരു വാതിൽ തുറന്നു തന്നതാണ്. ഇതിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഈ ചിന്തകൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മളെ നടത്തട്ടെ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കായിട്ട് സ്തോത്രം. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, കാരണം ഈ ഹിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇത് പറയുന്നത്. ഒരു ഇസ്രായേലിനെ കുറിച്ചുള്ള പഴയ പാസ്റ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ശ്രദ്ധിക്കണം, ശ്രദ്ധയോടെ ഇരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിറയുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തന്നു ഓർത്ത് സ്തോത്രം. ദൈവമേ, ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ ദൈവത്തിൻ്റെ ആ പരിജ്ഞാനത്തിലാകാതെ ദൈവത്തിൻ്റെ മക്കളായി തീർന്നിട്ടില്ലെങ്കിൽ കർത്താവെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഒരു സൂപ്പർ നാച്ചുറൽ ശക്തിയുടെ കീഴിൽ ജീവിക്കുന്ന അനുഭവത്തിൽ ആയിരിക്കാനായിട്ട് കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഈ തരണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസത്തിലിരിക്കുന്ന ചില വ്യക്തികളെ ഇത് കാണുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയിൽ കർത്താവെ അവരെ കാക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും എല്ലാ ബ്ലോക്കുകളും, ഹൃദയത്തിലെ എല്ലാ ബ്ലോക്കുകളും, ആ വാൽവിലുള്ള പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുന്ന് സ്ഥിരമായി കഴിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികൾ എന്നോട് ചേർന്ന് നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമോ? അടുത്ത ചെക്കപ്പിൽ ദൈവം അത്ഭുതം നടത്തിയതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാവും. ആ സ്ക്രീനിലോട്ട് നീട്ടി, ആ കൈ നീട്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ഏത് ഡിവൈസ് ആയാലും അതിലോട്ടൊന്ന് നീട്ടി പ്രാർത്ഥിക്കുമോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ വലിയ വിടുതലയക്കണമേ, സഹായിക്കണമേ, ക്യൂർ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയ സംബന്ധമായ എല്ലാ തകരാറുകളും, ബ്ലോക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നീ വിടുവിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലിൽ രക്തഓട്ടം കുറഞ്ഞിരിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. മരുന്ന് കഴിക്കുന്നുണ്ട്, എന്നാൽ വലിയ പ്രോഗ്രസ് ഇല്ല. കാലിലെ വലിയ തരിപ്പും വേദനയും, രക്തഓട്ടം കുറഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ചുരുങ്ങിയിരിക്കുന്ന ആ കാപ്പിലറീസ്, ആ വെയിൻസ് എല്ലാം രക്തഓട്ടം വരട്ടെ, അതെല്ലാം നോർമൽ ലെവലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച ഒരു അത്ഭുതം കാണുവാനായിട്ട് കർത്താവെ ഇന്ന് രാത്രികാലം ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ, ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് വാച്ച് ചെയ്യണം. നിങ്ങൾ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിലിടണം. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ അത് ഞങ്ങളെ അറിയിച്ചാൽ നല്ലതാണ്. ആ പ്രെയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും. ഇത് നിങ്ങളുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയൊക്കെ അയച്ചാൽ അനേകർ അനുഗ്രഹിക്കപ്പെടാൻ ഇടവരും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.